Mr. Satheesh C. We are honored to welcome Mr. Satheesh C., a highly respected leader with an impressive 35 years of work experience, including 30 years of dedicated service to KIMS ALSHIFA Super Speciality Hospital, Perinthalmanna. Throughout his remarkable journey, Mr. Satheesh has played a pivotal role in transforming the hospital from a basic specialty facility into a quaternary level NABH accredited super specialty hospital, demonstrating his deep commitment to excellence in healthcare. As the Senior General Manager, Mr. Satheesh oversees critical aspects of the organization including general administration, legal and statutory compliances, project management and academics. His vast experience and strategic vision have been instrumental in the hospital's continuous growth and success, and his leadership continues to drive innovation and operational excellence. Please join me in welcoming Mr. Satheesh C. to the stage, a leader who exemplifies dedication and expertise in the healthcare industry. Very good evening all. I think after the tea break, എല്ലാവരും ഒന്ന് എനർജൈസ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഉച്ചയ്ക്ക് വന്നിരുന്ന് കുറച്ചൊക്കെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പറഞ്ഞിരുന്നല്ലോ. സത്യത്തിൽ ദീസ് ലീഗൽ കംപ്ലൈൻസ് ആൻഡ് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻ്റ് ഒക്കെ ജനറലി ഒരു ഡ്രൈ സബ്ജക്റ്റാണ്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും ആ ലീഗൽ അല്ലെങ്കിൽ ലോ ക്ലാസ്സുകളിൽ ഉറങ്ങാറാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ദിസ് ഈസ് വെരി മാൻഡേറ്ററി, ദിസ് ഈസ് വെരി എസെൻഷ്യൽ. നമുക്ക് ദർ ഈസ് നോ അതർ വേ. അതുകൊണ്ട് വി ഹവ് ടു ഫോളോ ദ ഗൈഡ് ലൈൻസ്, വി ഹവ് ടു ഫോളോ ദ statutory requirement, and we have to implement it very successfully in each and every healthcare organization. So my subject is how to ensure healthcare entities legal compliance. Before starting, very much thankful for the introduction given by our team, and also I am very thankful to our quality department for giving me an opportunity for this presentation. നമുക്കറിയാം ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി പറ്റി പഠിക്കുന്ന സ്റ്റുഡൻസ് ആയാലും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിക്ക് നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട കുറേ ലീഗൽ റിക്വയർമെൻ്റ് ഉണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ലീഗൽ റിക്വയർമെൻറ്റ് മുതൽ ടോപ്പ് ലെവൽ ആ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന മെഡിസിന് ബന്ധപ്പെട്ടുള്ള പല ലെവലിലുള്ള റിക്വയർമെൻറ്റ്സും ഉണ്ടാകാറുണ്ട്. അതെല്ലാം 100% ഫോളോ ചെയ്യുക എന്നുള്ളത് സാധാരണഗതിയിൽ എല്ലാ ഹോസ്പിറ്റലും ചെയ്യാറില്ല. കാരണം അക്രഡിറ്റേഷൻ NIBH പോലെ JCI പോലെ അക്രഡിറ്റേഷന് പോകുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റെ റിക്വയർമെൻറ്റ് നമ്മളെ മുന്നിൽ വരാറുള്ളത്. സോ എപ്പോഴും NIBH അല്ലെങ്കിൽ അതുപോലുള്ള അക്രഡിറ്റേഷൻ പോകുന്ന സമയത്ത് ഈ ലീഗൽ റിക്വയർമെന്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിട്ട് പല ഹോസ്പിറ്റൽസിന് മുന്നിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സബ്ജക്റ്റ് നമുക്ക് പ്രസന്റ് ചെയ്യാം, നമ്മളെ പുതിയ വരുന്ന അപ്കമിങ് ജനറേഷന് യൂസ്ഫുൾ ആവുന്നുള്ള രീതിയിൽ ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഓക്കെ, സോ this legal in my class now I am concentrating two aspects. One is how to ensure these compliance. What are the steps to be followed by the organization for a better compliance? എന്നുള്ളതാണ് ഒരു ആസ്പെക്ട്. രണ്ടാം നോർമലി അല്ലെങ്കിൽ ജനറലി ആൾ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ വേണ്ട നോർമലി അപ്ലൈ ചെയ്യേണ്ടതിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ലീഗൽ റിക്വയർമെന്റ് എന്തൊക്കെയാണെന്നുള്ളത് അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിന് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പറയാം. രണ്ട് ആസ്പെക്റ്റിലാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഓവറോൾ വ്യൂ തരുന്നത്. So this is compliance is the first step towards building a culture of ethics and integrity എന്ന് പറയാം. കാരണം എല്ലാ ബിസിനസ് എൻറ്റിറ്റിയുടെയും ലക്ഷ്യം നമുക്കറിയാം ബിസിനസ് സക്സസ്ഫുള്ളായി മാനേജ് ചെയ്യുക, സക്സസ്ഫുള്ളായിട്ട് നമുക്ക് അതിൽ ഔട്ട്കം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റി ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചിലൂടെ മാത്രമേ ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായ നിലനിൽപ്പും അല്ലെങ്കിൽ അതിൻ്റെതായ സക്സസിൻ്റെ ലെവലിലേക്ക് ഉയരാൻ പറ്റുള്ളൂ. അപ്പോൾ ദറ്റ് ഈസ് മസ്റ്റ് ആണ്. ഈ എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റി നമുക്ക് നേടിയെടുക്കുന്നതിൽ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസിനുള്ള റോള് വളരെ വലുതാണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് ഇറ്റ്സെൽഫ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ദി ബിൽഡിംഗ് എ കൾച്ചർ ഓഫ് എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന് ശരിക്കും വേണമെങ്കിൽ പറയാം.
ആക്ച്വലി എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ്? ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചെറിയ ഹോസ്പിറ്റലായാലും വലിയ ഹോസ്പിറ്റലായാലും ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. ബേസിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ലോക്കൽ ബോഡിയിലുള്ള രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് മുതൽ അവിടെ നടക്കുന്ന ഓരോ ആക്ടിവിറ്റീസിനും ലീഗലി ഉള്ള ഇമ്പാക്റ്റ് എന്താ നോക്കി, അല്ലെങ്കിൽ റിക്വയർമെന്റ് എന്താ നോക്കി, അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് ആ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ലീഗലി കംപ്ലൈൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ദറ്റ് ഈസ് എ പ്രീ ഡിഫൈൻഡ് സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ആർ അപ്ലിക്കബിൾ. നമുക്ക് രാജ്യത്ത് നിയമങ്ങളില്ലാത്ത എല്ലാ പ്രശ്നം, നമുക്ക് വി ഷുഡ് ഐഡന്റിഫൈ വാട്ട് ആർ ദ റൂൾസ് അപ്ലിക്കബിൾ ടു അവർ ഇൻഡസ്ട്രി, അവർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. സോ സെറ്റ് ഓഫ് റൂൾസ് അപ്ലിക്കബിൾ വിത്തിൻ വിച്ച് കമ്പനീസ് മസ്റ്റ് ഫംഗ്ഷൻ ഇൻ എ കൺട്രി ഈസ് റെഫേർഡ് ടു ആസ് ദ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ്. These rules are derived from the legal framework of the country. And there are both state level and central level rules, central laws for statutory complaints. An organization, a state in India must comply with both national level and as well as state level rules. As you know, നമുക്കറിയാം ഓരോ സ്റ്റേറ്റിലും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. There are certain rules which are central rules. അതിനെ ബന്ധപ്പെട്ട് സ്റ്റേറ്റിൽ അതിനെ ഇംപ്ലിമെന്റേഷന് വേണ്ടി സ്റ്റേറ്റ് ലെവൽ റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. എനിവേ ബോത്ത് സെൻട്രൽ ആസ് വെൽ ആസ് സ്റ്റേറ്റ് ലെവൽ റൂൾസ് ആർ അപ്ലിക്കബിൾ ടു ദി ഓർഗനൈസേഷൻ കറന്റ്ലി വർക്കിംഗ് ഇൻ എ പർട്ടിക്കുലർ ലൊക്കേഷൻ. ഇതാണ് നമ്മളുടെ സബ്ജക്റ്റ്, സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ്. ഐ തിങ്ക് ഒരു ഏകദേശ ധാരണ കിട്ടിയില്ലേ? ഇതിൽ ഞാൻ 10 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഐ ആൾറെഡി ടോൾഡ് യു ഈ കംപ്ലൈൻസ് എങ്ങനെ അച്ചീവ് ചെയ്യാം, ഹൗ ടു എൻഷുർ ദീസ് കംപ്ലൈൻസസ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട 10 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സിനെ കുറിച്ചാണ് ആദ്യത്തെ എൻ്റെ പ്രസന്റേഷൻ വരുന്നത്. എങ്ങനെ സിമ്പിളാണ്, നിങ്ങൾക്ക് ആലോചിച്ച് അറിയാൻ പറ്റും. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ലീഗൽ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കംപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരിക്കും വേണ്ടി വരിക? എന്ത് വേണ്ടി വരും? അതാണ് ആദ്യത്തെ പോയിന്റ്. ഐഡന്റിഫൈ ദി അപ്ലിക്കബിൾ ലീഗൽ റിക്വയർമെന്റ്. നമ്മൾ ഇൻഡസ്ട്രിക്ക്, നമ്മളെ ഓർഗനൈസേഷന് ഏതൊക്കെ രീതിയിലുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് എന്താ പറയുക ആക്ട് ആൻഡ് റൂൾസ് അപ്ലിക്കബിൾ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല. ദറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് ദ ഇൻഡസ്ട്രി, ടൈപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ, which type of business, which type of healthcare service they are providing. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്ത അപ്ലിക്കബിൾ ലീഗൽ റിക്വയർമെന്റ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാന കോർ കാര്യം. അത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പിന്നെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡായിട്ട് ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ ഓർഗനൈസേഷൻ നമുക്കറിയാം പല ലെവൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസിൽ ഇപ്പോൾ അക്രഡിറ്റേഷൻ്റെ കാലമാണ്, ക്വാളിറ്റി ഇംപ്ലിമെന്റേഷൻ്റെ കാലമാണ്. NIBH പോലത്തെ അക്രഡിറ്റേഷൻ പ്രൈവറ്റ് ഓർഗനൈസേഷൻസിലുള്ള പോലെ തന്നെ ഗവൺമെന്റ് തലത്തിലും ലോട്ട് ഓഫ് ക്വാളിറ്റി അക്രഡിറ്റേഷൻസ് ആർ റണ്ണിങ്. അപ്പോൾ ആ ആസ്പെക്ട്സിൽ ഐഡന്റിഫൈ ദ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്. ഇത് രണ്ടും നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഐഡന്റിഫൈ ടോട്ടലി വാട്ട് ആർ ദ റൂൾസ് ആൻഡ് ആക്ട്സ് അപ്ലിക്കബിൾ ടു അവർ ഇൻഡസ്ട്രി, ആൻഡ് ദെൻ വി ക്യാൻ പ്ലാൻ ഫോർ ദ പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ സെയിം. ദാറ്റ് വിൽ ബി ദ സെക്കൻഡ് പോയിന്റ്. ഓക്കെ, കറക്റ്റ് അല്ലേ? ഡെവലപ്പ് എ പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ്. നിർബന്ധമായിട്ടും വേണം അല്ലേ? ഏത് കാര്യവും ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി പ്രോപ്പർ പോളിസി ആൻഡ് പ്രൊസീജിയർ ഫോർ ദ പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ, അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഏത് രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം, എങ്ങനെ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്, ഏതൊക്കെ ആൾക്കാർക്ക് അതിന് വേണ്ട എഡ്യൂക്കേഷൻ വേണം, അതിന് വേണ്ടിയിട്ടുള്ള ബന്ധപ്പെട്ട കംപ്ലീറ്റ് പോളിസീസും പ്രൊസീജിയേഴ്സും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. ദെൻ അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഉത്തരവാദിത്വം ഗിവിങ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. സിമ്പിളായിട്ട് 2 വാക്കിൽ കഴിഞ്ഞു, ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ബട്ട് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അപ്ലിക്കബിൾ ആയിട്ടുള്ള ലീഗൽ റിക്വയർമെന്റിനെ ബന്ധപ്പെട്ട് റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസിനും ഇല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോഗ്രാമാണ്. അതിന് ബന്ധപ്പെട്ടിട്ടുള്ള ആ ലീഗൽ റിക്വയർമെന്റിൽ ബന്ധപ്പെട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസിൽ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ലോട്ട് ഓഫ് തിങ്സ് വിൽ ബി ദർ. അതിൽ ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ ഈ കംപ്ലൈൻസ് നമുക്ക് ഇംപ്ലിമെന്റേഷനിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. സിമ്പിൾ ഞാൻ പറയാം, നമുക്ക് എല്ലാ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിലും
പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കൺസെന്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ ചെറിയ ഏറ്റവും വലിയ സ്മോൾ ഒരു ലാബ് ആണെങ്കിലും ഒരു ക്ലിനിക്ക് ആണെങ്കിലും അവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കൺസെന്റ് ഇല്ലാതെ, ഓതറൈസേഷൻ ഇല്ലാതെ, ഇന്റഗ്രേറ്റഡ് കൺസെന്റ് ഇല്ലാതെ ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോർമലി എന്താ എല്ലാവരും ചെയ്യാം? ദേ വിൽ അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിങ് ദ ഓർഗനൈസേഷൻ ഇങ്ങനെ റിക്വയർമെന്റ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. വല്ല ഒന്നുകിൽ നേരിട്ടോ അല്ലെങ്കിൽ വല്ല കൺസൾട്ടന്റിനെ ഏൽപ്പിച്ചുകൊണ്ട് ദേ വിൽ അപ്ലൈ ഫോർ എ കൺസെന്റ് ആൻഡ് ദേ വിൽ സംഹൗ ദേ വിൽ ഗെറ്റ് ഇറ്റ്. ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ടാവും, അറിയാലോ. അതെല്ലാം കഴിഞ്ഞ് ദേ വിൽ സംഹൗ ദേ ഗെറ്റ് പേപ്പർ കിട്ടി, കൺസെന്റ് കിട്ടി, അത് വാങ്ങി അവിടെ വെച്ചു, നമ്മളെ ഫോട്ടോ കോപ്പി ഒക്കെ എടുത്ത് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ബട്ട് അതിൽ ദർ വിൽ ബി സർട്ടൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടു ബി ഫോളോഡ് ഇൻ ദ ഓർഗനൈസേഷൻ. അതിനെക്കുറിച്ച് അത്ര ബോധറിയില്ല. പിന്നെ എങ്ങാനും വല്ല ഇൻസ്പെക്ഷൻ വരുമ്പോൾ അതുണ്ടോ ഇതുണ്ടോ, വാട്ടർ ടെസ്റ്റ് റിപ്പോർട്ട് എവിടെ, സ്മോക്ക് ചെക്ക് ചെയ്ത റിപ്പോർട്ട് എവിടെ ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങളെ കൺസെന്റിൽ ഉണ്ടാവില്ല, നമ്മൾ അപ്ലൈ ചെയ്ത് കൺസെന്റ് നമ്മൾ മറച്ചു വെക്കാവോ, ഇതെല്ലാം ഇന്ന പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന പോയിന്റ്. അപ്പോൾ സ്റ്റഡി ഇൻ ദിസ് വൺ ഡോക്യുമെന്റ്, രജിസ്ട്രേഷൻ സമയത്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആയാലും അല്ലെങ്കിൽ ലൈസൻസ് സമയത്ത് കിട്ടുന്ന ലൈസൻസ് ആയാലും ഇതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓതറൈസേഷൻ ആയാലും അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, അതിൽ വേണ്ട റിക്വയർമെന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ആൻഡ് ഗിവ് ട്രെയിനിങ് ബേസ്ഡ് ഓൺ ദ റിക്വയർമെന്റ് ടു ദ റെസ്പെക്റ്റീവ് പീപ്പിൾ. ഇപ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. റെസ്പെക്റ്റീവ് പീപ്പിൾ, ഐ മീൻ this with regard to this pollution control board consent, the maintenance people should know what is the steps to be followed for water testing. Same way, PNDT Act, the radiology staff should be well trained. What are the terms and conditions under the PNDT Act? അങ്ങനെ ഓരോതിലും അതിൻ്റെതായ റെസ്പെക്റ്റീവ് മെമ്പേഴ്സിനെ, സ്റ്റാഫ് മെമ്പേഴ്സിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് ആണ് അതിൻ്റെ റിക്വയർമെന്റ്. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദാറ്റ് ടു ബി ഡൺ പ്രോപ്പർലി. ഇതെല്ലാം പ്രോപ്പറായി നടക്കണമെങ്കിൽ ദർ ഷുഡ് ബി എ സെൻട്രൽ പോയിന്റ്, എ സെൻട്രൽ പേഴ്സൺ, എ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, സിംഗിൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. എല്ലാ ഓർഗനൈസേഷനും ഉണ്ടാവും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും, ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുണ്ടാവും. ഞാനൊക്കെ അങ്ങനെ ഇവിടെ ആയി വന്നതാണ്, പറഞ്ഞല്ലോ, ഇവിടെ 30 വർഷമായിട്ട് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ കംപ്ലൈൻസ് ഓഫീസർ അയാളെ ഒരു സിംഗിൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോഴും ഇതേപോലെ പ്രോപ്പർ ഇംപ്ലിമെന്റേഷന്റെ കാര്യങ്ങൾ വരുന്ന സമയത്തും ഈ ലീഗൽ റിക്വയർമെന്റിന്റെ കാര്യങ്ങൾ നമ്മൾ ബന്ധപ്പെട്ട നമ്മളെ എംപ്ലോയീസിനെ നമുക്ക് ട്രെയിൻ ചെയ്യാനും അതിന്റെ ഇഫക്റ്റീവ്നെസ് മോണിറ്റർ ചെയ്യുന്നതിനൊക്കെ ദർ ഷുഡ് ബി എ സിംഗിൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഹു ഈസ് കാൾഡ് കംപ്ലൈൻസ് ഓഫീസർ. ദിസ് അനദർ റിക്വയർമെന്റ്. ദെൻ റിസ്ക് അസസ്മെന്റ്. നമുക്ക് രാജ്യത്ത് നിയമങ്ങളില്ലാത്തതല്ല പ്രശ്നം. നമ്മൾ നിയമങ്ങളെ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ഞാൻ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞ ഐഡന്റിഫൈ ചെയ്യാതിരിക്കുകയും അതിന് ബന്ധപ്പെട്ടുള്ള റിസ്കിനെ കുറിച്ച് നമ്മൾ ബോധ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നതാണ് മറ്റൊരു പ്രോബ്ലം നമ്മളെ പറ്റിയുന്നത്. പല രീതിയിലുള്ള ഇൻസ്പെക്ഷനോ അക്രഡിറ്റേഷനോ അല്ലെങ്കിൽ അസസ്മെന്റോ വരുന്ന സമയത്ത് മാത്രമാണ് അതിനെക്കുറിച്ച് ഓർഗനൈസേഷൻ ആലോചിക്കേണ്ടായിരിക്കുക. അപ്പോൾ ദ റിസ്ക് ഇൻവോൾവ്, ഒരു ജനറൽ റിസ്ക് അസസ്മെന്റ് നടത്തുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് പിന്നെ ആ സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ നിങ്ങൾക്കറിയാം ബിൽഡിംഗ് റൂൾസിന് ഒരു ഹോസ്പിറ്റലിൽ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കണമെങ്കിൽ റെസ്പെക്റ്റീവ് സെൽഫ് ഗവൺമെന്റ്, മുനിസിപ്പാലിറ്റി ഓർ പഞ്ചായത്ത് ഓർ കോർപ്പറേഷൻ അവിടെ നിന്ന് ബിൽഡിംഗ് പെർമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് വി ഷുഡ് ഗെറ്റ് ദ ബിൽഡിംഗ് പെർമിറ്റ്, ദെൻ ഓൺലി വി ക്യാൻ സ്റ്റാർട്ട് ദ ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ്. ഇപ്പോൾ ഒരു ഹാൻഡ് റെയിലിന്റെ ഹൈറ്റ്, ഒരു ഓപ്പൺ ടെറസിൽ ഹാൻഡ് റെയിലിന്റെ ഹൈറ്റ് 4 അടി 1.20 1.2 1 മീറ്റർ 20 സെന്റിമീറ്റർ വെക്കണം എന്നുള്ള നിയമമുണ്ട്. അതിനെക്കുറിച്ച് നോർമലി ആരും അത്ര ശ്രദ്ധിക്കില്ല. അത് അന്നത്തെ വർക്ക് ചെയ്ത ആൾ അയാളുടെ ഇഷ്ടത്തിന് ചിലപ്പോൾ 1 മീറ്റർ വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ 3 അടി വെച്ചിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ വിൻഡോ ചിലപ്പോൾ ഇതേപോലെ തന്നെ ചിലപ്പോൾ 1.2 മീറ്റർ ഹൈറ്റിൽ വിൻഡോ വെക്കണം, അല്ലെങ്കിൽ വിൻഡോന്റെ മുകളിൽ ഓപ്പൺ ഗ്ലാസ് ആണെങ്കിൽ അവിടെ ഗ്രില്ല് വെക്കണം. അങ്ങനെ കുറെ സംഗതികളുണ്ട്. ഇതെല്ലാം ഒരു റെഗുലർ ആയിട്ടുള്ള റിസ്ക് അസസ്മെന്റിലൂടെ മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. ഇപ്പൊ NIBH പോലത്തെ അക്രഡിറ്റേഷൻ സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്ത ഓർഗനൈസേഷൻ ആണെങ്കിൽ ദർ വിൽ ബി പ്രോപ്പർ ഫെസിലിറ്റി റൗണ്ട് ആൻഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യും, അത് നമുക്ക് കറക്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ റിസ്ക് അസസ്മെന്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റെഗുലർലി ദാറ്റ് ഷുഡ് ഹാപ്പൻ ഫോർ എ പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ്. സെയിം വേ ഓഡിറ്റ് ആൻഡ് മോണിറ്ററിംഗ്. ഏതൊരു ആക്ടിവിറ്റി ആണെങ്കിലും അത് സക്സസ്ഫുൾ ആവുക, ഇഫക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ അത് 100% അതിലേക്ക് എത്തിക്കണമെങ്കിൽ റെഗുലർ ഓഡിറ്റ് ആൻഡ് ഇറ്റ്സ് മോണിറ്ററിംഗ്. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് മാനേജേഴ്സ്.
അപ്പോൾ മാനേജേഴ്സ് അത് പ്ലാൻ ചെയ്ത് ഓഡിറ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് വേണമെങ്കിൽ ഇന്റേണലി റെഗുലറായിട്ട് ഓഡിറ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് ചെയ്യാം. സെയിം വേ യു ക്യാൻ ടേക്ക് സം എക്സ്റ്റേണൽ ഏജൻസീസ് ആൾസോ റെഗുലർലി periodically for this audit and monitoring. That also very well help for the proper implementation. Corrective action, simple. നമ്മൾ എല്ലാം കണ്ടെത്തി കാര്യങ്ങളൊക്കെ ചെയ്തു, ഓഡിറ്റ് ചെയ്തു, റിപ്പോർട്ടൊക്കെ കിട്ടി, പക്ഷേ ആക്ഷൻ ഇല്ലെങ്കിൽ നോ വാല്യൂ. അപ്പോൾ പ്രോപ്പർ കറക്റ്റീവ് ആക്ഷൻ ഇംപ്ലിമെന്റേഷൻ, അതാണ് നമ്മളുടെ സക്സസിന്റെ മറ്റൊരു കാര്യം. ഇപ്പോൾ ലീഗൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കറക്റ്റീവ് ആക്ഷൻ ഇല്ലെങ്കിൽ നോ വാല്യൂ. സെയിം വേ ഡോക്യുമെന്റേഷൻ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം അസസ്മെന്റിന് വരുന്ന സമയത്ത്, ഇൻസ്പെക്ഷന് വരുന്ന ടീമിന്റെ മുന്നിൽ ദർ ഷുഡ് ബി എവിഡൻസ്. എല്ലാം എവിഡൻസ് ബേസ്ഡ് ആണെങ്കിൽ മാത്രമേ വാല്യൂ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിന് വി ഷുഡ് ഷോ these are the findings. We have identified such and such failures in our operation and we have rectified this way, documented properly. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ലീഗൽ റിക്വയർമെന്റിൽ സ്റ്റേ അപ് ടു ഡേറ്റ്. ദാറ്റ് മീൻസ് ഡേ ബൈ ഡേ ന്യൂ റൂൾസ് ആർ കമ്മിങ് ഇൻ ദ കൺട്രി, സ്റ്റേറ്റ് ലെവൽ, സെൻട്രൽ ലെവൽ, ടോട്ടലി ഇൻ ദ കൺട്രി ന്യൂ തിങ്സ് ആർ കമ്മിങ് ഡ്യൂ ടു മെനി റീസൺസ്. അത് തന്നെയാണല്ലോ ക്വാളിറ്റിയുടെ തന്നെ ഒരു സംഗതിയാണ്. ഡെയിലി ചേഞ്ചിങ് ആണല്ലോ, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്നൊക്കെ പറയുന്നത് ക്വാളിറ്റിയുടെ ഡെഫിനിഷനിലും മാൻഡേറ്ററി വേർഡായിട്ട് വരാനുള്ള കാരണം അതാണ്. അപ്പോൾ സ്റ്റേ അപ് ടു ഡേറ്റ് എന്നുള്ളത് ഈസ് വെരി വെരി എസെൻഷ്യൽ. നമ്മൾ ലൈവായിട്ട് വി ഷുഡ് ബി വാട്ട് യു കാൾഡ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ പോകണം നമ്മളുടെ നോളജ്. വാട്ട് ആർ ദ റിക്വയർമെന്റ്സ് അപ്ലിക്കബിൾ ടു ദി ഓർഗനൈസേഷൻ, അപ്ലിക്കബിൾ ടു ദി ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് മസ്റ്റാണ്. അതിന് ലോട്ട് ഓഫ് വേസ്, ഇപ്പോൾ പിന്നെ ഗൂഗിളും അതുപോലെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന പല ഏജൻസീസും ഒക്കെ അവൈലബിൾ ആണ് ലീഗൽ റിക്വയർമെന്റിന്റെ അപ്ഡേറ്റ്സ് അറിയുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ലാസ്റ്റ് 10 പോയിന്റ് ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് പോയിന്റ് സീക്ക് ലീഗൽ കൗൺസിൽ. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു ഓർഗനൈസേഷനിലെ ലെവലിനനുസരിച്ച് എല്ലാവർക്കും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ റെഗുലറായിട്ട് നമുക്ക് നമ്മളൊരു ലീഗൽ സപ്പോർട്ടിന് വേണ്ടി ഒരു കൗൺസിലിന്റെ ഇടയ്ക്ക് ലീഗൽ കൗൺസിലിന്റെ അഡ്വൈസ് എടുക്കുക, അതിൽ നിന്നുള്ള ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഈ 10 പോയിന്റ്സ്, ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 10 പോയിന്റ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആൾമോസ്റ്റ് ആൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ക്യാൻ comply the legal requirement successfully. എന്ത് തോന്നുന്നു? ആർക്കെങ്കിലും പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ. എന്താണ് നിങ്ങളൊരു എന്ത് തോന്നുന്നു? പറഞ്ഞ 10 പോയിന്റ് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ? അതോ എന്തെങ്കിലും കുറയ്ക്കാണ്ടോ കൂട്ടാണ്ടോ? കറക്റ്റ് ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് ഓടിച്ചു നോക്കിയേ. ആദ്യം പറഞ്ഞു identify the requirements, identify the applicable legal requirements. അല്ലേ? കറക്റ്റ് അല്ലേ? സെക്കൻഡ് പറഞ്ഞു ഡെവലപ്പ് എ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. ഇഫക്റ്റീവ് ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് പോളിസി വേണം. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രത്യേകം പറയണ്ട. കംപ്ലൈൻസ് ഓഫീസർ പറഞ്ഞല്ലോ. അതുപോലെ റിസ്ക് അസസ്മെന്റ്, ഓഡിറ്റ് ആൻഡ് മോണിറ്ററിങ്, then corrective action, documentation, stay up to date and seek legal counsel. ഈ 10 പോയിന്റ്സ് ഇൻ ടോട്ടൽ ഒരു സമ്മപ്പ് ചെയ്ത് പറഞ്ഞതാണ്. ഇത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഈസിലി ഇംപ്ലിമെന്റ് ദ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് ഇൻ എൻ ഓർഗനൈസേഷൻ വെരി ഈസിലി. ഇതിന് ബന്ധപ്പെട്ട 1-2 കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കിയുള്ള നമ്മളെ നോർമലി ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റിലേക്ക് പോകാം. ഈ ലീഗൽ റിക്വയർമെന്റ് ഫോളോ ചെയ്താൽ എന്താ ഗുണം, ഫോളോ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക, എന്താ അതിന്റെ ബെനിഫിറ്റ്, ഈ 2-3 കാര്യം കൂടി ഇതിൽ പറയാനുള്ളൂ. വൺ ഈസ് വൈ ലീഗൽ റിക്വയർമെന്റ്സ് മാറ്റർ. ആലോചിച്ച് അറിയുന്ന കാര്യമാണ്. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് റൈറ്റ്സ് ഒന്നാമത്തെ കാര്യം, റെഗുലേറ്ററി കംപ്ലൈൻസ് രണ്ടാമത്തെ കാര്യം, റിസ്ക് മാനേജ്മെന്റ്, ക്വാളിറ്റി കെയർ, റെപ്യൂട്ടേഷൻ, ക്രെഡിബിലിറ്റി. ഇതാണ് ഇതിന്റെ റിക്വയർമെന്റ്. അതർവൈസ് ഈ 5 കാര്യങ്ങളും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദർ ഇസ് നോ നീഡ് ഫോർ ലീഗൽ റിക്വയർമെന്റ്. ബിക്കോസ് ഓഫ് ദിസ് 5 റീസൺ വി ആർ ഗോയിങ് ഫോർ ലീഗൽ റിക്വയർമെന്റ്. കംപ്ലൈൻസ്. അതുപോലെ നോൺ കംപ്ലൈൻസിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും? പ്രത്യേകിച്ചും പറയേണ്ട കാര്യമില്ല.
അക്രഡിറ്റേഷൻ ഡിനയൽ ഓർ വിഡ്രോവൽ, ഈ പറഞ്ഞ NIPHO, ISO സർട്ടിഫിക്കേഷനോ ഓർ അതർവൈസ് JCO ഒന്നും തന്നെ കിട്ടില്ല. ബേസിക് റിക്വയർമെന്റ് ആണ്, ലീഗൽ റിക്വയർമെന്റ് ഓക്കെ ആണോ എന്നുള്ളത്. ആൻഡ് മോർ ഓവർ ദേ വിൽ ടേക്ക് എ അണ്ടർടേക്കിംഗ് ഫ്രം അസ്. നിങ്ങൾ എല്ലാ ലീഗൽ റിക്വയർമെന്റും കംപ്ലൈന്റ് ആണ്, അതിൽ എന്തെങ്കിലും ഫെയിലർ വരണമെങ്കിൽ യു വിൽ ഓൺലി ബി റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ദേ വിൽ ടേക്ക് എ അണ്ടർടേക്കിംഗ്. അപ്പോൾ അക്രഡിറ്റേഷൻ ഡിനയൽ ഓർ വിഡ്രോവൽ നോ ഡൗട്ട്. ലീഗൽ ആക്ഷൻ ആൻഡ് പെനാൽറ്റീസ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ കം. നമ്മൾ നിയമം നടപ്പിലാക്കിയില്ലെങ്കിൽ പെനാൽറ്റീസും അതുപോലെ ലീഗൽ ആക്ഷനും ഉണ്ടാകും. റെപ്യൂട്ടേഷൻ ഡാമേജ്, സിമ്പിൾ. ലോസ് ഓഫ് പേഷ്യന്റ് ട്രസ്റ്റ്, അത് പോയാൽ ഒന്നുമില്ലല്ലോ. പിന്നെ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ്, നഷ്ടം. അതുപോലെ ബെനിഫിറ്റ്സ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഔട്ട് ഓഫ് ലീഗൽ കംപ്ലൈൻറ്റ്സ്? ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ. കാരണം ഇന്നത്തെ മോഡേൺ വേൾഡിൽ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും സക്സസ്ഫുൾ ആൻഡ് ഇഫക്റ്റീവായിട്ട് റൺ ചെയ്യണമെങ്കിൽ, പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ ആ രാജ്യത്തുള്ള നിയമം പാലിച്ചിട്ടുള്ള സിസ്റ്റമേ പറ്റുള്ളൂ. കുറേ കാലം മുന്നേ ഞാനൊക്കെ ഇവിടെ ജോയിൻ ചെയ്ത കാലം വേണമെങ്കിൽ പറയാം, 30 years ബാക്കൊക്കെ ഇപ്പോൾ അറൗണ്ട് 100, നിയർലി 100 റിക്വയർമെന്റ്സ്, നമുക്ക് ലീഗൽ റിക്വയർമെന്റ്സ് നമ്മൾ ഹോസ്പിറ്റലിൽ ലൈവായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ 30 years ബാക്ക് ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഐ തിങ്ക് ഓൺലി മുനിസിപ്പാലിറ്റിയിൽ ഒരു രജിസ്ട്രേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലീഗൽ റിക്വയർമെന്റ് ആയിട്ട്, ട്രേഡ് ലൈസൻസ്. അപ്പോൾ കാലം ദറ്റ് ഈസ് ചേഞ്ചിങ് വേൾഡ് ആണ്, ന്യൂ തിങ്സ് ആർ കമ്മിങ്. അപ്പോൾ വിത്തൗട്ട് ദ പ്രോപ്പർ കംപ്ലൈൻസ് ഓഫ് ലീഗൽ റിക്വയർമെന്റ് നമുക്ക് ഒന്നും തന്നെ നേടിയെടുക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് വെരി എസെൻഷ്യൽ. അതിൽ പറഞ്ഞ കാര്യങ്ങൾ എൻഹാൻസ്ഡ് പേഷ്യന്റ് സേഫ്റ്റി, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി കെയർ, ഇൻക്രീസ്ഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, റെഗുലേറ്ററി കംപ്ലൈൻസ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് ബെറ്റർ റിസ്ക് മാനേജ്മെന്റ് ആൻഡ് എൻഹാൻസ്ഡ് റെപ്യൂട്ടേഷൻ. ഈ 7 പോയിന്റ് പ്രധാന ആസ്പെക്ട്സ് ആയിട്ട്, ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നു. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ, വിത്തൗട്ട് വിച്ച് ഒരു ഓർഗനൈസേഷനും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, then I am going to the major statutory requirements normally followed by the hospitals. Following are the major statutory requirements applicable to the healthcare industry. Complying the same and its renewals are most important. We can use manual tracker or software for timely reminders. That is also very important. പലപ്പോഴും പല ഇൻഡസ്ട്രീസിലും പറ്റുന്ന അബദ്ധങ്ങൾ, അതിനൊരു പ്രോപ്പർ സിസ്റ്റം, പോളിസി പ്രൊസീജിയറൊക്കെ പറഞ്ഞെങ്കിൽ കൂടി ഇഫക്റ്റീവ്ലി അത് ലൈവായിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ, കറക്റ്റായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ് സർട്ടിഫൈ ചെയ്യിക്കൽ, അതിൻ്റെ ടൈംലി റിന്യൂവൽ ഒന്നും നടക്കാതെ പോകാറുണ്ട്. അതിന് റിന്യൂ ചെയ്യേണ്ട സമയം തെറ്റിപ്പോയി. പല റിക്വയർമെന്റിനും പല രീതിയിലായിരിക്കും അതിൻ്റെ റിക്വയർമെന്റ് ഉള്ളത്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റിന്റെ റിന്യൂവലിനുള്ള കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 6 മാസം മുന്നേ അല്ലെങ്കിൽ 3 മാസം മുന്നേ അപ്ലൈ ചെയ്യണമെങ്കിൽ മുനിസിപ്പാലിറ്റി രജിസ്ട്രേഷൻ ലൈസൻസും 1 month മുന്നേ അപ്ലൈ ചെയ്യണം. അങ്ങനെ ഓരോന്നിനും ഓരോ സമയമുണ്ട്. അപ്പോൾ ആ സമയങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ പലപ്പോഴും പലർക്കും പറ്റുന്ന മിസ്സിംഗ് ആണ്. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഓർ അതർവൈസ് യു ക്യാൻ മെയിൻറ്റെയിൻ എ മാനുവൽ ട്രാക്കർ ആൾസോ. വെരി സിമ്പിൾ. ട്രാക്കർ മന്ത്ലി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ മാസത്തിലും നെക്സ്റ്റ് മന്തിൽ വരുന്ന റിന്യൂവൽസ് ഏതൊക്കെയെന്ന് നോക്കിക്കൊണ്ട് യു ക്യാൻ കംപ്ലൈ ദ റിക്വയർമെന്റ് ഇൻ എ ഇഫക്റ്റീവ് വേ. So come to this one, clinical establishment registration. ഇപ്പോൾ റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ. ഇത് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്. അതാത് ജില്ലയിലുള്ള DMO ഓഫീസിൽ നിന്നാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. DMO ഓഫീസിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഭദ്ര പോയോ? ഓക്കെ, ഇത് ഓൺലൈനിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. 3 years ആണ് ഇതിൻ്റെ വാലിഡിറ്റി. സെക്കൻഡ് വൺ, രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസസ്. എല്ലാ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസിനും നല്ല എല്ലാ ബിസിനസ് എൻറ്റിറ്റീസിനും വേണ്ട സംഗതിയാണ് രജിസ്ട്രേഷൻ ലൈസൻസ് വിത്ത് ദ ലോക്കൽ ബോഡി. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ നൗഡേസ് ഇംപ്ലിമെന്റഡ് ആസ് ഓൺലൈൻ. ദാറ്റ് ഈസ് നൗഡേസ് ദ പീരീഡ് ഹാസ് ബീൻ ഇൻക്രീസ് ടു 5 years. 1 year നേരത്തെ കൊടുത്തിരുന്നു. നൗ ഇറ്റ് ഹാസ് ബീൻ ഗിവിംഗ് ഫോർ അപ് ടു 5 years. സെയിം വേ കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് രജിസ്ട്രേഷൻ. HR വർക്ക് ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും അറിയാം, ലേബർ ഓഫീസിൽ പോയിട്ട് ചെയ്യേണ്ട ഒരു രജിസ്ട്രേഷനാണ് ഈ കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ. അതും ഇപ്പോൾ ഓൺലൈനിലാണ്. 1 year ആണ് അതിൻ്റെ കാലാവധി.
ഫയർ NOC വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് ഫയർ ഇൻസിഡൻസ് നമ്മുടെ രാജ്യത്ത് നടന്നപ്പോഴൊക്കെ പല ഓർഗനൈസേഷനും അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഫയർ NOC ഇല്ല, അല്ലെങ്കിൽ അതിന് ഫയർ റിക്വയർമെൻറ്റ്സ് NOC പ്രകാരമുള്ള റിക്വയർമെൻറ്റ് അവർ നടപ്പിലാക്കിയില്ല എന്നുള്ള കംപ്ലയിൻസുകളൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈവായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഫയർ NOC മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എല്ലാ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടാണ്. അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കപ്പെടും. കുറേ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് പിന്നെ അപ്ലൈ ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഫയർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. അതായത് ഏരിയയിലുള്ള അസിസ്റ്റൻറ്റ് ഫയർ ഓഫീസർമാർ വഴി ജില്ലാ ഫയർ ഓഫീസറിലാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. 1 year ആണ് അതിൻ്റെ കാലാവധി. ഇതെല്ലാം നേരത്തെ വൺ ടൈം പ്രോഗ്രാം ആയിരുന്നു ഫയർ NOC. ഇപ്പോൾ നവഡേയ്സ് ഇറ്റ് ഹസ് ബീൻ ചേഞ്ച് ടു ഇയർലി റിന്യൂവൽ ഈസ് റിക്വയർഡ് ഫോർ ഫയർ NOC. ബിൽഡിംഗ് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്. ഏതൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞാലും ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് തരിക എന്നുള്ളത് ലോക്കൽ ബോഡി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ലോക്കൽ ബോഡിയുടെ ബിൽഡിംഗ്സ് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടാതെ നമുക്ക് അവിടെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല. അത് സെൽഫ് ഗവൺമെൻറ് അത് ഏതാ വെച്ചാൽ മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ ഓർ പഞ്ചായത്ത് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ 1 time ആണ്. ദെൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് കൺസെൻറ്റ്. ഇനീഷ്യലി പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊക്കെ തുടങ്ങിയ സമയത്ത് ഈ ഇൻറ്റഗ്രേറ്റഡ് കൺസെൻറ്റ് ഉണ്ടായിരുന്നില്ല. ഓതറൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം മാത്രമേ തുടങ്ങിയത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ക്വാളിറ്റിയിൽ ബെഞ്ച് മാർക്ക് പറഞ്ഞാൽ റൈസിങ് ദ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞ പോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഇപ്പോൾ ചേഞ്ച് ചെയ്തു. 2-3 ആക്ടുകൾ കൂട്ടി. ഐ തിങ്ക് വാട്ടർ, എയർ, എൻവയോൺമെൻറ്റൽ, അസാഡസ് 4 ആക്ടിൻ്റെയും കൂടി കൂട്ടിക്കൊണ്ട് ഇൻറ്റഗ്രേറ്റഡ് കൺസെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഇപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസിൽ ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൺസെൻറ്റ് തരുന്നത്. ദീസ് ആൾസോ ഓൺലൈനിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. 5 വർഷമാണ് അതിൻ്റെ കാലാവധി. മറ്റൊന്ന് ഈ CBWTF കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി. അത് നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. കേരളത്തിൽ 2 ഏജൻസിയാണ് പ്രധാനമായിട്ടുള്ള, ഇമേജും അതുപോലെ KEIL-ഉം. ഈ 2 ഏജൻസി വഴി നമ്മളെ ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്നതിന് വേണ്ടി വി ഷുഡ് ഹേവ് ആൻ അറേഞ്ച്മെന്റ്. തുടക്ക സമയത്ത് അതാത് ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ അതാത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സ്വന്തമായി പ്രോസസ്സിംഗ് സിസ്റ്റം ഉണ്ടെങ്കിലും സമ്മതിച്ചിരുന്നു, അലോ ചെയ്തിരുന്നു. നൗഡേയ്സ് ഇറ്റ് ഹസ് ബീൻ ബിക്കം മാൻഡേറ്ററി. ആൻഡ് ഇമേജ് ഓർ KEIL ദാറ്റ് ഈസ് ഓൾസോ ഓൺലൈൻ ആൻഡ് പീരീഡ് ഈസ് 1 year. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഇമേജ് ആയിട്ടുള്ള ടൈപ്പ് നമുക്ക് എത്ര ബെഡിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഫെസിലിറ്റി ഉണ്ട് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന്. വാട്ട് ഈസ് ദ ബെഡ് സ്ട്രെങ്ത് വി ഹാവ് ഗിവൺ. സെയിം ബെഡ് സ്ട്രെങ്ത്തിന് നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൺസെൻറ്റ് തരുള്ളൂ. അതിൽ കൂടുതലുള്ളൊരു ബെഡ് സ്ട്രെങ്ത് കാണിച്ചുകൊണ്ട് നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൺസെൻറ്റ് തരില്ല. അപ്പോൾ ഇമേജിൻ്റെ കൺസെൻറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇമേജിനോടുള്ള MOUനെ ബേസ് ചെയ്തിട്ടാണ് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നമുക്ക് ഇൻ്റഗ്രേറ്റഡ് കൺസെൻറ്റ് തരുള്ളൂ. ഫാർമസി രജിസ്ട്രേഷൻ, ഡ്രഗ് ലൈസൻസസ്. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ 35 വർഷം മുന്നേ ഒന്നും ഈവൻ ഹോസ്പിറ്റലിൽ തുടങ്ങാൻ പോലും ഡ്രഗ് ലൈസൻസ് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു ഡോക്ടറെ സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിന് റൺ ചെയ്യാം. ആ ഡോക്ടർക്ക് വേണ്ട മെഡിസിൻ ഇവിടെ പേഷ്യൻസിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. എല്ലാം മാറി. നൗ മാൻഡേറ്ററി ആയി ഡ്രഗ് ലൈസൻസ് മസ്റ്റാണ്. ഈച്ച് ആൻഡ് എവരി ഔട്ട്ലെറ്റിന് മസ്റ്റാണ്. ഓരോ ഹോസ്പിറ്റലിൽ 3-4 ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ ആ ഓരോ ഔട്ട്ലെറ്റിനും ഫാർമസി ലൈസൻസ് മസ്റ്റാണ്. ഇഷ്യൂഡ് ബൈ ഡ്രഗ് കൺട്രോളർ. ഓൺലൈനാണ്, 5 years ആണ്. അതുപോലെ നർക്കോട്ടിക്സ് ഡ്രഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സീരിയസ് ആണ്. അതിൽ എന്ത് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡിസിപ്ലിനറി ആക്ഷൻ വളരെ ക്വിക്കായിട്ട് എടുക്കും. അത് ചെയ്യുന്നതും ഇഷ്യൂ ചെയ്യുന്നതും ഡ്രഗ് കൺട്രോളർ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ 2 ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ റോളുണ്ട്. ഡിപ്പെൻസ് ഓൺ ദ പ്രോഡക്റ്റ് വി ആർ ഗോയിങ് ടു ടേക്ക്. ഓൺലൈനാണ്, 1 year ആണ്. കിച്ചൺ, ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നവഡേയ്സ്. ഇവരുടെ ലൈസൻസ് ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ നടത്താൻ പറ്റില്ല, ക്യാൻറ്റീനിൽ ഫുഡ് ഐറ്റംസ് സെല് ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സേഫ് ഫുഡ് കൊടുക്കുക എന്നുള്ളതിൻ്റെ പേരിൽ FSSAIയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം, ലൈസൻസ് വേണം. ദാറ്റ് ഈസ് ഓൾസോ ഓൺലൈൻ, മിനിമം 1 year. ഇൻകം ടാക്സ് ആൻഡ് GST ഫിനാൻസ് പീപ്പിളിന് അറിയാൻ പറ്റും. അത് മാൻഡേറ്ററി ആണ്. ഫിനാൻസ് ആക്ടിവിറ്റീസിന് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനും GST റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനും എല്ലാ സംഗതികളും, എല്ലാ പർച്ചേസും വിത്തൗട്ടും GST നമുക്ക് പറ്റില്ല. അതുപോലെ ഇൻകം ടാക്സ് ലിമിറ്റിൻ്റെ മുകളിൽ വരുമ്പോൾ ടാക്സ്, TDS എല്ലാം പിടിക്കുന്നതിന് നിയമങ്ങളൊക്കെ വളരെ കർശനമാണ്. ഫോർ വിച്ച് ഇൻകം ടാക്സിനാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റ് GSTക്കാണ് GST കൗൺസിൽ, രജിസ്ട്രേഷൻ വേണം. എല്ലാം ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. PCPNDT ആക്ട് രജിസ്ട്രേഷൻ. സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ് മെഷീൻ ഉപയോഗിച്ചുള്ള സ്കാനിങ് ചെയ്യുമ്പോൾ
നിർബന്ധമായും ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസുമായി ഇത് അപ്രോപ്രിയേറ്റ് അതോറിറ്റി PNDT ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാതെ നമുക്കൊരു ഡയഗ്നോസ്റ്റിക് ഒരു സ്കാനിങ് മെഷീൻ നമ്മൾ ഹോസ്പിറ്റലിൽ പുതുതായിട്ട് വാങ്ങുന്നതിനോ ജസ്റ്റ് ഫോർ എ ഡെമോൺസ്ട്രേഷൻ കൊണ്ടുവരാനോ പോലും പറ്റില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളാണ്. അതിലെ നിയമങ്ങൾ വളരെ കർശനമാണ്. ശിക്ഷ അതിലെ ഫെയിലിയറിന് ഭയങ്കര കർശനമായ കടുത്ത ശിക്ഷയാണ് അതിൽ ശരിക്കും കൊടുക്കുന്നത്. PNDT ആക്ട് നിർബന്ധമായിട്ടും ഹോസ്പിറ്റലുകളിൽ ഫോളോ ചെയ്തിരിക്കണം. മാനുവലായിട്ട് അപ്ലൈ ചെയ്യണം. 5 years ആണ് കാലാവധി. ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ സർട്ടിഫിക്കറ്റ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണ് കൊടുക്കുന്നത്. മാനുവലായിട്ട് അപ്ലൈ ചെയ്യണം. 1 time ആണ് പ്രോഗ്രാം. എല്ലാ ബിൽഡിംഗ് ഓക്യുപ്പൻസി പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിഫിക്കേഷൻ എല്ലാവരും സർട്ടിഫൈ ചെയ്തിട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസിൽ നിന്നുള്ള അപ്രൂവൽ വേണം. ദാറ്റ് ഈസ് ഫോർ പീരീഡ് ഈസ് 3 years. നേരത്തെ 1 year ആയിരുന്നു. ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം. റെക്ടിഫൈഡ് സ്പിരിറ്റ്, അതുപോലെ ഡീനാച്ചുവേർഡ് സ്പിരിറ്റ്, D1 ലൈസൻസ്, RS1 ലൈസൻസ് എന്ന് പറയും. നമുക്ക് ലാബിലും അല്ലെങ്കിൽ അതുപോലെ ഡിസിൻഫെക്ഷനൊക്കെ വേണ്ടിയിട്ട് സ്പിരിറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലോക്കൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലൈസൻസ് എടുത്തിരിക്കണം. ദാറ്റ് ഈസ് ഫോർ പീരീഡ് 1 year ആണ്. ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം. വെഹിക്കിൾ രജിസ്ട്രേഷൻ നോർമലി എല്ലാ വെഹിക്കിളിലും ഉള്ള പോലെ തന്നെ ആംബുലൻസിനും പ്രത്യേകിച്ചൊന്നുമില്ല. ആംബുലൻസ് വെഹിക്കിൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ആംബുലൻസ് വെഹിക്കിൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് 1 yearനാണ് റിന്യൂവൽ വരുന്നത്. സൈക്കാട്രിക് ലൈസൻസ് ഫോർ പ്രൊവിഷൻ ഫോർ സൈക്കാട്രിക് സർവീസസ് സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിലുള്ള ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ IPI കിടത്തി ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള രജിസ്ട്രേഷൻ ലൈസൻസ് നമ്മൾ എടുത്തിരിക്കണം. അപ്ലൈ ചെയ്യേണ്ടത് മാനുവലി ആണ്. 1 year വെച്ചിട്ട് നമ്മൾ റിന്യൂ ചെയ്തിരിക്കണം. രജിസ്ട്രേഷൻ ഫോർ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നോർമലി HR ആൾക്കാർക്ക് അറിയും. PF പ്രോവിഡന്റ് ഫണ്ട് 20 എംപ്ലോയീസിന് കൂടുതലുണ്ടെങ്കിൽ പ്രോവിഡന്റ് ഫണ്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. 10 ആണോ? അല്ല 20 തന്നെ അല്ലേ? സജു സാം ഇവിടെ എക്സ്പെർട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ രജിസ്ട്രേഷൻ ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ഓരോന്നിനും സെപ്പറേറ്റ് എടുക്കണം. നോർമലി കിഡ്നി, ലിവർ, അങ്ങനെ ഏത് ഓർഗനാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നെങ്കിൽ അതിനുള്ള സെപ്പറേറ്റ് അപ്രോപ്രിയേറ്റ് അതോറിറ്റി അണ്ടർ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പ്രകാരമുള്ള കേരളത്തിൽ സോട്ടോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനാണ് ഇതിന്റെ ലൈസൻസ് കൊടുക്കുന്നത്. അതിന്റെ പീരീഡ് 5 years ആണ്. ബ്ലഡ് ബാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡ് ബാങ്ക് നടത്തണമെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ലൈസൻസ് വേണം. ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ന്യൂഡൽഹി എന്നാണ് അതിന്റെ ലൈസൻസ് കിട്ടുന്നത്. അത് ജോയിന്റ് ഇൻസ്പെക്ഷന്റെ കേരളത്തിലെ ഡ്രഗ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ സെൻട്രൽ ഡ്രഗ് ഡിപ്പാർട്ട്മെന്റും ജോയിന്റ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്ത് കൺഫേം ചെയ്തിട്ടാണ് ബ്ലഡ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലൈസൻസ് തരുള്ളൂ. മാനുവലിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. 5 years ആണ് പീരീഡ്. MTP ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ലോക്കൽ ഡിസ്ട്രിക്ട് DMO എല്ലാം ചെയ്യേണ്ടത്. 1 yearനാണ് പീരീഡ്. മാനുവലി അപ്ലൈ ചെയ്യണം. AERB രജിസ്ട്രേഷൻ വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എല്ലാം എക്സ്റേ റേഡിയോളജിയിലുള്ള എല്ലാ മെഷീൻസും എക്സ്റേ മെഷീൻസ് മുതൽ CT, അൾട്രാസൗണ്ട്, കാത്ത് ലാബ്, സിയാം മുതലായ എല്ലാ മാമോഗ്രാം മുതലായ എല്ലാ റേഡിയോളജി എക്യുപ്മെന്റ്സും AERB രജിസ്ട്രേഷൻ പ്രകാരം രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡാണ് അതിന്റെ അതോറിറ്റി. ഓൺലൈനാണ്. 5 yearsനാണ് ഒരു സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ റെസ്പെക്റ്റീവ് സംഗതിയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂയിങ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നവഡേയ്സ് വെരി ഈസിലി അവൈലബിൾ. പണ്ടത്തെ പോലെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഓരോന്നും എങ്ങനെ ചെയ്യണം എന്നുള്ളതും ഓൺലൈനിൽ അപ്ലൈ ചെയ്യേണ്ട രീതികളെല്ലാം നമുക്ക് സെൽഫായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പല ഓർഗനൈസേഷനും അതിന് ഒരു ഫെസിലിറ്റി ഇല്ലാത്ത കാരണം ദേ മേ ബി അപ്രോച്ചിങ് ഔട്ട്സൈഡ് പീപ്പിൾ, ലോക്കൽ ലൈസനിങ് പീപ്പിൾ, അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തിട്ട് എല്ലാവരും ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു ഡെസിഗ്നേറ്റഡ് പേഴ്സൺ പറഞ്ഞല്ലോ, സെൻട്രൽ പേഴ്സൺ പറഞ്ഞല്ലോ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആൾ ദീസ് ക്യാൻ ബി ഈസിലി ഇംപ്ലിമെന്റഡ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു സേഫ് ബിസിനസ്, ഒരു ഇഫക്റ്റീവ് ബിസിനസ്, ഒരു സക്സസ്ഫുൾ ബിസിനസ് ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ഒരു ഡിമാൻഡാണ്, നമ്മളുടെ ഒരു ഡ്രീമാണ്. അപ്പോൾ ലീഗലി കംപ്ലൈ ചെയ്യാതെ നമുക്കൊരു സംഗതിയും അതിൽ കൊണ്ടുവരാൻ പറ്റില്ല. ദിസ് ഈസ് വെരി മാൻഡേറ്ററി. ലീഗൽ കംപ്ലൈൻസ് തുടക്കത്തിൽ പറഞ്ഞ പോലെ എത്തിക്സും ഇൻറ്റഗ്രിറ്റിയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നതിനും വെരി വെരി എസെൻഷ്യൽ. അപ്പോൾ ഐ ആം സമ്മിങ് അപ്പ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റി, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇതിനെപ്പറ്റി ചോദിക്കണമെങ്കിൽ പിന്നീടും ആലോചിക്കാം, പിന്നീടും ചോദിക്കാം. യെസ്,
മൈക്ക് കൊടുക്കും സജ്ജു. വലിയ ചോദ്യമൊക്കെ ചോദിച്ചാൽ പറ്റണമെങ്കിൽ പറയട്ടോ, അല്ലെങ്കിൽ പിന്നെ പണ്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ പറയേണ്ടി വരും. I think you have covered everything. Only thing is, since there are so many students, ഞാൻ വിചാരിച്ചു if a particular person is starting an organization, അവർ join ചെയ്യുവാണെങ്കിൽ if you can put it in order which is required 1 2 3 4 5 6 അങ്ങനത്തെ ഓർഡറിൽ കൊടുത്തിട്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ it would be easier for them. Because ചില ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അത് ആദ്യം എടുത്തോണ്ട് പോവാ, പിന്നെ ഇത് ചെയ്യണമെന്ന് പറയും. അപ്പോൾ if you can give that, probably it will be helpful for everybody. Good. Second thing, I think you missed ESI. HR ആയോണ്ട് പറഞ്ഞു പോയതാ, പഴയ HR. So that is one more thing. അതേ ഉള്ളൂ. Because you have 30 years of experience is what taught you this, but for them they are just going to begin. സത്യത്തില് അത് മിസ്സാവാൻ പാടില്ലായിരുന്നു. ESI മിസ്സായതിന് കാരണമുണ്ട്. സത്യത്തില് ഈ പെരിന്തൽമണ്ണ ESI കവേർഡ് അല്ലായിരുന്നു. ഞാൻ അതിനോട് അത്ര ഫെമിലിയർ ആയില്ല. സത്യത്തിൽ കുറെ ലേറ്റർ സ്റ്റേജിലാണ് ഇവിടെ ESI പിന്നെ ഇംപ്ലിമെന്റേഷൻ അല്ലേ ഫൈസൽ, അപ്പോ മനസ്സിൽ വന്നില്ല. സത്യം ഇറ്റ്സ് വെരി മാൻഡേറ്ററി അല്ലെ. സെൻട്രൽ പിന്നെ ഇതേപോലത്തെ വെൽഫെയർ സ്കീംസ് ഒന്നും നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. സോ അത് മാത്രമേ ഉള്ളൂ ഞാൻ പറയാനുള്ളൂ. I was just adding to it rather than asking you a question. Thank you, sir. Okay, thank you very much. In the complex and highly regulated healthcare environment, maintaining legal compliance is critical for the smooth functioning of any healthcare entity. Thank you, Mr. Satheesh, for sharing your deep knowledge on legal compliance.